ഗുഡ് മോർണിംഗ് ചുമ്മാ ഇന്ന് അന്യാണ് ചുമ്മക്ക് ഫുഡ് കൊടുക്കുന്നത്. കറണ്ട് ഒന്നും ഇല്ലല്ലോ ഇവിടെ നിന്ന്. പോവാ കൃഷ്ണ അമ്മ ഞങ്ങക്ക് കാറ് കണ്ട ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഇച്ചുമാനെ അമ്മേനും ശേതര അവിടെ ആക്കും. എന്നിട്ട് വേണം ഞങ്ങക്ക് തൃശ്ശൂര് പോവാൻ. കുറച്ച് പരിപാടി ഉണ്ട്. ഇവിടെ കറണ്ടൊന്നും ഇല്ല. ഇൻവേർട്ടറും തീർന്നു. എല്ലാം കാലിയായി ഗൈസ്. പോട്ടെ. അഞ്ഞിയുടെ സ്നേഹം ഇതിപ്പോ വരും. പോയിട്ട് അതിനാണ് കാണിക്കുന്നത്. ഞങ്ങൾ പോട്ടെ. ബാക്കി അവിടെ. ഇന്ന് ഡ്രസ് തെറ്റിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് കണ്ടപ്പോ ഞാൻ ലേറ്റ് ആയി. അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ചുമ വന്ന് ഫ്രഷായി ഉടുപ്പൊക്കെ മാറി രണ്ടുപേരും ഒരുപോലത്തെ ഉടുപ്പൊക്കെ ഇടിച്ചിട്ടുണ്ട് ഞങ്ങള്. പോട്ടെ കുഞ്ഞി. നമുക്കൊന്നുമില്ല കുഞ്ഞി. ബൈ. രക്ഷയില്ല. ഞങ്ങൾ പോവാ. ഞങ്ങള് ഉച്ച കഴിയും വരെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പം ഇന്നലെ കറണ്ട് പോയതാണ്. എന്തോ മരക്ക് വീണിട്ട് ഇൻവേർട്ടറിലെ ചാർജൊക്കെ തീർന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ റെഡിയായി. ഇച്ചുമേനെയും അമ്മേനെയും ശാരിയും ഞങ്ങൾ പോവാന്നാ വിചാരിച്ചത്. പിന്നെ അവിടെയും കൊണ്ടുപോയി കഴിഞ്ഞ് പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോഴാണ് ശ്വേത ഐഡിയ പറഞ്ഞത്, എന്തിനാ അങ്ങനെ ചെയ്യണേ, വീട്ടിൽ നിർത്തിക്കൂടേന്ന്. അപ്പൊ എന്ത് ചെയ്ത് അമ്മേനും ഇച്ചുമേനും പാക്ക് ചെയ്ത് ഞങ്ങൾ ശ്വേതയുടെ വീട്ടിലാക്കി. അവള് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഫ്രഷ് ആയിട്ടുണ്ടായില്ല. അപ്പൊ വന്ന് അവളെ കുളിപ്പിച്ച് സുന്ദരിമണിയാക്കി ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടാ. ഇറങ്ങി ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കറണ്ട് ഉണ്ട്. ഞങ്ങളുടെ ഇൻവേർട്ടർ ഒക്കെ മരിച്ചു പോയി. എല്ലാവരും ചാർജൊക്കെ തീർന്നു. ഓ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ജോൺലിയാണ്. ഇന്ന് എന്റെ ഹസ്ബൻഡ് ഇല്ല, കാരണം ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ പിന്നെ ആൾക്ക് കട്ട പോസ്റ്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. ജോൺലിക്ക് കൊടുക്കാലോ, അവൻ പറഞ്ഞ കാശ് വാങ്ങണതാണല്ലേ. അപ്പൊ പിന്നെ അപ്പൊ ഇന്നത്തെ പ്രോഗ്രാംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നെയിൽ എക്സ്റ്റൻഷൻ. ഞാൻ ജെൽ നെയിൽ പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശ്വേതയ്ക്ക് അത് എക്സ്റ്റൻഷൻ ചെയ്യണമെന്ന് കുറെ കാലത്ത് ആഗ്രഹമാണ്. അപ്പൊ നമുക്ക് ഉണ്ണികളുള്ള സമയത്തൊന്നും പറ്റില്ലല്ലോ. ആ കല്യാണത്തിന് ഞാൻ സ്വന്തമായിട്ട് വെച്ചു കൊടുത്തത്. അത് അത്ര ആയുസൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് പോയി. കാരണം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ചെയ്യാൻ നിന്നില്ല. അപ്പോ നെയിൽ എക്സ്റ്റൻഷൻ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു ഹെയർ സ്പാ ഒക്കെ ചെയ്യണമെന്നുണ്ട്. മുടിക്കാക്ക് ശോകം വർക്ക് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഒന്ന് സെൽഫ് കെയർ ഒന്ന് ചെറുതായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്യണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് കട്ട് ചെയ്യണമെന്നുണ്ട്, കട്ട് ചെയ്യണ്ടെന്നുണ്ട്, എനിക്കറിയില്ല. അതുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് എന്റെ സ്കിൻ ഡോക്ടർ നീത് ഡോക്ടറാണ്, ദർഫോർ ആമിലാണ് ഞാൻ പോവാറ്. അപ്പൊ അവിടെ പോണം. എനിക്ക് സ്കിൻ ഒന്നും കൂടി കാണിക്കാണ്ട്. ഇപ്പൊ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്നുമില്ലായിരുന്നു. അല്ല വെച്ചാൽ ഭയങ്കര വൃത്തികേടായിരുന്നു. എല്ലാവരും ചോദിക്കും എന്ത് പറ്റി കൊളുത്തുന്നു. നല്ല ചേഞ്ച് ഉണ്ട്. അപ്പൊ എനിക്കിതൊന്നും കൂടി കാണിക്കണം. പിന്നെ എനിക്ക് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നൊരു നെയിൽ ബ്ലോക്ക് പോലെ ആക്കാന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾ അവിടെ ആക്കി സേഫ് ആയിട്ട്. അവരിനി അമ്മാമ്മമാരുടെ കൂടെ അവർ എൻജോയ് ചെയ്തോളും. ഇനി ഞങ്ങൾ പോട്ടെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾ കാണിക്കാം. വർക്ക് ഇല്ലാത്ത ഒരു ദിവസം കാണിക്കാം. പിന്നെ ബ്രൈഡ്സിന്റെ പെൻഡിങ് വീഡിയോസ് ഉണ്ട്. പിന്നെ എൻക്വയറിയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ചെയ്താൽ കിട്ടണം എന്നില്ല. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഫുള്ളായിട്ട് ആരെങ്കിലും കേട്ടോന്നറിയില്ല. ഇതിടയിൽ ഞാൻ വീണ്ടും പറയേണ്ടി വരുന്നു തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോട്ടെ. പോയിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ തൃശ്ശൂരുള്ള ഫിംഗർ ടിപ്സിലാണ് കേട്ടോ നെയിൽ എക്സ്റ്റൻഷൻ വെക്കാൻ പോയത്. നെയിലില്ലാത്ത ശ്വേത ഒട്ടും നെയിലില്ലാത്ത ശ്വേത മുളച്ച് വരുമ്പോൾ അവളൊരു
റെഡ് അല്ല ചെയ്യണം. എന്തോരം ഉണ്ടായിരുന്നു പക്ഷെ കാണാനില്ല. ചേച്ചിക്ക് നെയിലുണ്ട്. എനിക്ക് ശിപ്പിളുണ്ട്. ഇത് നോക്കട്ടെ. കോക്കാച്ചി എനിക്ക് നെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഒന്നിടണം ഒടിഞ്ഞു പോയപ്പോൾ ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് ഞങ്ങൾ 2 പേര് നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. നെയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ജെൽ നെയിൽ പോളിഷോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അവർ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മോഡൽ ഏതാണോ പ്രോപ്പറായിട്ട് മാക്സിമം അതേപോലെ ചെയ്യാൻ ട്രൈ ചെയ്യും കേട്ടോ, കളറും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇടയിൽ ഗാച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവൾ തൃശ്ശൂരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഇന്ത്യയിൽ നിന്നപ്പോൾ അവൾ വന്നതാണ്. അപ്പം ഇവിടെ നിന്നിട്ട് ഗാച്ചിയാണ് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഞങ്ങളവിടെ ചെന്നിട്ടാണ് കേട്ടോ ഡിസൈനൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്വേതയ്ക്കായിരുന്നു കൺഫ്യൂഷൻ. ഞാൻ ചെന്ന വശം തന്നെ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു. പക്ഷേ ഞാൻ ആദ്യം ചെയ്ത പാറ്റേണേ അല്ല ചെയ്തത്. ഒരുപാട് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ അവർ മാറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്ത് ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് ഓക്കെ ആവാത്തൊരു ഫീലായിരുന്നു. ലാസ്റ്റാണ് നമ്മൾ കാറ്റേജ് ചെയ്യാമെന്ന് വിചാരിച്ചതുപോലെ മാഗ്നറ്റ് വെച്ച് ചെയ്യുമല്ലോ, അങ്ങനെ കാറ്റേജ് വെച്ച് ചെയ്തത്. ഞങ്ങൾക്ക് 2 പേർക്കും 3500 എബോവ് ആയി. 2 പേർക്കും ചെയ്യാനായിട്ട് എക്സ്റ്റൻഷൻ വെച്ചുകൊണ്ടാണ്. ഞാനുള്ള ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും തീരുമാനിച്ചാൽ മതി. എൻ്റെ ഒന്നും ആയില്ല. ശ്വേത ഒരു ഓംബ്രേ നെയിലാണ് കേട്ടോ ചെയ്തത്. ഞാൻ കാറ്റയും ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലത്തെ കയ്യിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ മഞ്ഞ കളർക്ക് നന്നായിട്ട് പിടിക്കും. പക്ഷേ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോയിക്കോളൂ കേട്ടോ നല്ല രീതിയിൽ. 2 വീക്സിനുള്ളിൽ എന്തെങ്കിലും നെയിലിന് പറ്റിക്കഴിഞ്ഞാൽ അവരത് കറക്റ്റ് ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതുവരെയായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ശ്വേതയുടെ ഓംബ്രേ നെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒട്ടും കയ്യിൽ നെയിൽ പോളിഷ് യൂസ് ചെയ്യാത്ത ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂഡ് ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ശ്വേതയുടെ നെയിൽ. ശ്വേതയ്ക്ക് ഒട്ടും നെയിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഉണ്ണികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ വാരി കൊടുക്കൽ വളരെ കുറവാണ്. ഒന്നില്ലെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ തന്നെ കഴിപ്പിക്കാനുള്ള പ്രാക്ടീസിലാണ് ഇപ്പം. പക്ഷേ നമ്മുടെ കൈ നല്ല ഹൈജീനിൽ തന്നെ സൂക്ഷിക്കുക. കാരണം ബേബീസ് ഉള്ളതാണ്. അപ്പം അത് നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കുക. എനിക്ക് സ്കിൻ ഡോക്ടർ അറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രാവിറ്റിയിലാണ് പോയത് തൃശ്ശൂർ. അപ്പോൾ അവിടെ പോയിട്ട് സ്പാ ചെയ്തു. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു. സ്പാ കഴിഞ്ഞത് അങ്ങനെ ശ്വേത ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഹെയർ കട്ടിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നോർമൽ സ്പാ ആയിട്ട് എടുത്തു. അപ്പോൾ 600 ആണ് ഒരാൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഹെയർ കട്ടിങ്ങും 600 സംതിങ് ആയി തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് എമൗണ്ട് വന്നത്. വലിയ റേറ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല, റീസണബിൾ ആയിരുന്നു. അങ്ങനെ എൻ്റെ ഹെയർ സ്പാ കഴിഞ്ഞ് ഹെയർ കട്ടിങ്ങിന് ഇരിക്കട്ടെ. അപ്പോൾ ശ്വേതയ്ക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനുണ്ട്, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ലെയർ കട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പുറത്ത് പോയിട്ട് ചെയ്യണേ. അപ്പം അല്ലെങ്കിൽ ഞാൻ തന്നെ സെൽഫായിട്ട് കട്ട് ചെയ്യലാണ് പരിപാടി. എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ശ്വേത ചെയ്തുതരും. പപ്പയുള്ള സമയത്ത് പപ്പയാണ് ചെയ്തു തരാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം പാർലറിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്യാണ്. ഒരുപാട് ഷോർട്ടൊന്നും ആക്കിയില്ല കേട്ടോ. ഉള്ള ലെങ്ത്തിൽ തന്നെ ലെയർ ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ചെറിയൊരു മേക്ക് ഓവർ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അത് കഴിഞ്ഞ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല, ലേറ്റായി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. താഴെ തന്നെ ചെറിയൊരു കഫേ പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ പോകുന്നു. പിന്നെ അവർ തന്നെ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു തരുമായിരുന്നു കേട്ടോ. എന്നിട്ട് അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വാട്സപ്പ് ചെയ്ത് തന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുത്ത് അവർ അയച്ചു തരിക. അതെനിക്ക് പുതിയ അറിവായിരുന്നു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി വീട്ടിലേക്ക്. സ്കിൻ ഡോക്ടറെ അടുത്ത് പിന്നെ പോകാമെന്നുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ആകെ സംശയമില്ല. ഒരാൾ കുറവല്ലായിരുന്നേ. വഴി നീട്ടിതാ ഇതോളെ ഇങ്ങോട്ട് തിരിഞ്ഞേ. സംശയ കുട്ടിക്ക് ഞങ്ങള് വേണ്ടെന്നാ.
കുഞ്ഞി 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരൂല്ലേ? അമ്മക്കെല്ലാം കാച്ചിനെ വീട്ടിലിറക്കാൻ കാച്ചിനെ പിടിച്ച് മാന്തിന് ടാറ്റ പറഞ്ഞിച്ചു കുഞ്ഞി ടാറ്റ പറഞ്ഞേ രണ്ടുപേരും തമ്മിൽ തമ്മിൽ ടാറ്റ പറ ശ്വേതയും കുഞ്ഞുമാളും 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ വരുവുള്ളൂ. അപ്പോൾ ഞാൻ എന്താ അമ്മേനെയും ഇച്ചുമേനെയും പിക്ക് ചെയ്ത് ബാച്ചിനെയും കൊണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. സോ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമൊക്കെ ആയിട്ട് വരാം. എല്ലാവർക്കും ചാച്ചാ.